ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റിനകത്ത് ഉൾപ്പെടുന്ന സോഷ്യൽ സ്ട്രക്ചർ, സ്റ്റാറ്റസ്, റോൾ എന്ന് തുടങ്ങിയ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സോഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ? സാമൂഹിക ഘടന, മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അല്ലേ. ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊസൈറ്റിയെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൊസൈറ്റി ഉണ്ടെങ്കിൽ സൊസൈറ്റിക്കകത്തുള്ള ആൾക്കാരുടെ ഇന്ററാക്ഷൻസിന്റെ റിലേഷൻഷിപ്പ്, അവരുടെ ബിഹേവിയർ, ഇതൊക്കെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു. സോ അതുകൊണ്ടാണ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ സോഷ്യോളജിയുടെ ടേമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ സ്ട്രക്ചറും. എങ്ങനെയാണ് സോഷ്യോളജി സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റി ഉണ്ട്. അപ്പോൾ സൊസൈറ്റിക്ക് ആൾക്കാർ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആൾക്കാരെ നിയന്ത്രിക്കുന്നതിൻ്റെ, വ്യക്തികളെ നിയന്ത്രിക്കാനും ഒക്കെ ആയിട്ട് ഏതൊരു സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒരു സൊസൈറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പാർട്ടാണ്. സോ അതുകൊണ്ടാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് സോഷ്യോളജിക്കകത്ത് പഠന വിധേയമാകുന്നത് എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ? അതായത് സാമൂഹിക ഘടന എന്നത് സമൂഹത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തുന്ന സാമൂഹിക ബന്ധങ്ങളുടെയും അതുപോലെ തന്നെ സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ സംഘടിതമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് ഒരുപാട് വ്യക്തികളുടെ ഒരുപാട് റോളുകൾ, അവർ ഫോളോ അപ്പ് ചെയ്യുന്ന മാനദണ്ഡങ്ങൾ, ശ്രേണികൾ എന്നിവയുടെ ചിട്ടയായിട്ടുള്ള ഒരു ക്രമീകരണം നമുക്ക് ഈ സോഷ്യൽ സ്ട്രക്ചറിനകത്ത് കാണാൻ കഴിയും. ഇപ്പൊ സാമൂഹിക ഘടന എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് നോംസുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, റോൾസ് ഉണ്ട്. സോ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വ്യക്തികൾ ചിട്ടയായ രീതിക്ക് ഒരു എന്താണ് അവരുടേതായിട്ടുള്ള ഒരു രീതികൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഈ നോംസ് അതുപോലെ തന്നെ റോളുകൾ ഇതെല്ലാം സോഷ്യൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ആർ എം മാക്കേവയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം സോഷ്യൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് is a web of social relationship which is created and maintained by the interaction ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്കിയവയുടെ ഒരു ഡെഫിനിഷൻ സൊസൈറ്റിയിൽ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആയിരുന്നു സൊസൈറ്റിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നായിരുന്നു. എന്നാൽ ഇവിടെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ്സ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് which is created and maintained by interactions of individuals. വ്യക്തികളുടെ പരസ്പരമുള്ള ഇന്ററാക്ഷൻസിലൂടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സാമൂഹിക ഘടന എന്നാണ് മാക്കേവർ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ രണ്ട് ഡെഫിനിഷൻസും വളരെയധികം കണക്റ്റഡ് ആയി നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് അദ്ദേഹം വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇത് വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സോഷ്യൽ സ്ട്രക്ചർ? ഇത് സാമൂഹിക ബന്ധങ്ങൾ സോഷ്യൽ റിലേഷൻഷിപ്പിലാൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു വലയമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത്? ആ ഒരു വലയത്തിനകത്ത് വ്യക്തികളുടെ ഇന്ററാക്ഷൻസിലൂടെ, ഇന്റർ റിലേഷനിലൂടെയൊക്കെയാണ് ഈ സോഷ്യൽ സ്ട്രക്ചർ എന്ത് ചെയ്യപ്പെടുന്നത്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് മാക്കേവർ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. അപ്പോൾ നമ്മൾ എന്താണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് നോക്കി, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ഡെഫിനിഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനെ നമ്മൾ നോക്കി. നെക്സ്റ്റ് കീ എലമെന്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആണ്. അതായത് സാമൂഹിക ഘടനയുടെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വളരെ പോയിന്റ് ഔട്ട് ചെയ്താണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാം ഫോക്കസീവ് ആയിട്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന തരത്തിൽ വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് പഠിക്കുക. പിന്നെ ഈ കോൺസെപ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് പഠിച്ച് മറ്റൊരു കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഒന്ന് എന്താണ് ഒരു കൺഫ്യൂഷനിലേക്കൊക്കെ എത്താം. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഒന്നും വരാണ്ട് കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ സവിശേഷതകൾ, ആ കോൺസെപ്റ്റിന്റെ ഐഡിയ നിങ്ങൾക്ക് കറക്റ്റ് ഇട്ടുണ്ടെങ്കിൽ തന്നെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോജിക്കലി നിങ്ങൾക്ക് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. കോൺസെപ്റ്റുകൾ തമ്മിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നോക്കാം, കീ എലമെന്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. ഇപ്പോൾ സാമൂഹിക ഘടനയുടെ പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ റോളും സ്റ്റാറ്റസും ആണ്, റോൾസ് ആൻഡ് സ്റ്റാറ്റസസ്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. എന്താണ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
സാമൂഹിക ഘടനയെ നിർവചിക്കുന്ന എലമെന്റ്സുകളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ റോൾസ് ആൻഡ് സ്റ്റാറ്റസ്. നമ്മൾ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻസ് വിത്തിൻ ദ സോഷ്യൽ ഹയറാർക്കി. അപ്പോൾ ഒരു സാമൂഹിക ശ്രേണിയിലെ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്ന് നമുക്ക് പറയാം. ഇത് ക്യാൻ അസ്ക്രൈബ്ഡ് ഓർ അച്ചീവ്ഡ്. അപ്പൊ അസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസും ഉണ്ട് ഒരു വ്യക്തിക്ക്. അവൻ നിലനിൽക്കുന്ന സമൂഹത്തിൽ അവൻ അസ്ക്രൈബ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാറ്റസും ഉണ്ട്, അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാറ്റസും ഉണ്ട്. അപ്പൊ അച്ചീവ് ചെയ്തെടുക്കുന്ന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അവൻ നേടിയെടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എനിക്ക് എന്താണ് സെറ്റിന്റെ ബിഎഡിന്റെ, അപ്പൊ ഞാൻ ഇതിനനുസരിച്ചിട്ട് എന്താണ് ഒരു ടീച്ചറായിട്ട് ആസ് എ ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ആ ഒരു പൊസിഷൻ, എന്റെ ആ ഒരു സ്റ്റാറ്റസ്, ഞാൻ ആ ഒരു എന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എന്റെ പ്രൊഫഷണൽ ഫീൽഡ് അതാണ് അല്ലെ, ടീച്ചിങ് ആണ് എന്റെ പ്രൊഫഷണൽ ഫീൽഡ്. അപ്പോൾ എന്റെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട്, ഞാൻ എന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ആ ഒരു പദവി ഞാൻ എന്ത് ചെയ്യുവാണ്, അച്ചീവ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസും ഉണ്ട്. ഇത് ഒരിക്കലും നമ്മൾ ബൈ ബർത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരിക്കലും നേടിയെടുക്കുന്നതല്ല ഈ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അത് ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ജെൻഡർ, നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ ഒരു ജെൻഡർ, ഇതെല്ലാം തന്നെ എന്താണ്, ഇതൊക്കെ അസ്ക്രൈബ്ഡ് ആണ്. അതുപോലെ നമ്മൾ ഏത് കാസ്റ്റിൽ ജനിക്കുന്നു, ഇതൊക്കെ അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇഷ്ടങ്ങൾ പ്രകാരം നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതല്ല. അപ്പൊ സ്റ്റാറ്റസ് പ്രധാനമായി രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ നോക്കുക, നല്ലൊരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു പേര് കേട്ടോ, ഇപ്പൊ അംബാനി, ടാറ്റ, ആ ഒരു ഫാമിലിയിലൊക്കെ ജനിക്കുന്നവര് എന്താ, അവരെ ആ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള വരും തലമുറയെ നമ്മൾ ആ ഒരു ഫാമിലിയുടെ പേരിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, അവരെ ആ ഒരു സൊസൈറ്റിയിൽ അവർ അറിയപ്പെടുന്നതും അവർക്ക് അത്തരം ഒരു പദവിയായിരിക്കും സമൂഹത്തിലുള്ളത്. അതെന്താണ്, അവർ ആ ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ആ ഒരു സ്റ്റാറ്റസ്. ഇപ്പോൾ സാധാരണ ഒരു തെരുവോരങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്ത് സ്റ്റാറ്റസ് ആണുള്ളത്, അവർക്ക് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു പദവിയാണ് നമുക്ക് കൊടുക്കുന്നത് അല്ലേ സമൂഹം. സോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ ബൈ ബർത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആണ് ഏജും ജെൻഡർ ഒക്കെ. പിന്നെ അച്ചീവ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തെരുവോരത്തിലാണ് ജനിച്ചെങ്കിൽ പോലും ആ കുട്ടി നന്നായിട്ട് പഠിച്ച് നല്ലൊരു കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി, ഒരു ജില്ലാ കളക്ടറായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്ത് ചെയ്യുക, അല്ലെ ആ വ്യക്തിയെ സമൂഹം ആദരിക്കുക, അല്ലെങ്കിൽ സമൂഹം എന്ത് ചെയ്യുക, നല്ലൊരു പദവി, അവന് നല്ലൊരു സ്റ്റാറ്റസ് ആയിരിക്കും അവന് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെ അച്ചീവ് ചെയ്തെടുക്കുന്ന സ്റ്റാറ്റസും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ക്ലിയർ അല്ല? അപ്പൊ സ്റ്റാറ്റസ് എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് റോൾ. എന്താണ് റോൾസ്? റോൾസ് റെഫേഴ്സ് ടു ദ സെറ്റ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എക്സ്പെക്ടഡ് ഫ്രം ആൻ ഇൻഡിവിജ്വൽ ഓക്യുപ്പൈയിങ് എ സ്പെസിഫിക് സ്റ്റാറ്റസ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റാറ്റസിനെ അനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക പദവി വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ രീതികളെയാണ് നമുക്ക് റോൾ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ എന്താണ്, ഒരു പ്രത്യേക സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു പ്രത്യേക പദവിയെ വഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒരു കൂട്ടത്തെയാണ് നമ്മൾ റോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു കളക്ടറായിട്ട് ഒരാൾ വർക്ക് ചെയ്യുവാണ്. അപ്പൊ ആ ആളിൽ നിന്ന് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അയാൾ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ സമൂഹത്തിലുണ്ട്. ഓക്കെ. അതുപോലെ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ട്രീറ്റ് ചെയ്യുകയും അത് ഭേദമാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക, അവർ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ഡ്യൂട്ടി അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ പദവിയെ അടിസ്ഥാനപ്പെടുത്തി, ഒരു സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പെരുമാറ്റങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും കൂട്ടത്തെയാണ് നമ്മൾ റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ, എ ടീച്ചേഴ്സ് റോൾ ഇൻക്ലൂഡ് എഡ്യൂക്കേറ്റിംഗ് സ്റ്റുഡൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു അധ്യാപകന്റെ റോൾ എന്താണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അവനിൽ അച്ചടക്കം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ റോൾ അല്ലെ. അപ്പൊ സമൂഹം ഒരു ടീച്ചറിൽ നിന്നും അതൊക്കെയാണ് ടീച്ചറിന്റെ റോൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ടീച്ചറിന്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന, ആ ഒരു പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ കാര്യങ്ങൾ, കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും കുട്ടികളെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവർക്ക് അച്ചടക്കം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതാണ് അവരുടെ റോൾ അല്ലെ. സോ ഇതാണ് ഈ സ്റ്റാറ്റസ് ആൻഡ് റോൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. അപ്പൊ ഈ സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തമ്മിലുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുവാണ്. ഓക്കെ അല്ലെ. അപ്പൊ ഇത് സോഷ്യൽ സ്ട്രക്ചറിന്റെ, സാമൂഹിക ഘടനയുടെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് റോൾസ് ആൻഡ് സ്റ്റാറ്റസസ്.
സാമൂഹിക ഘടനയുടെ രണ്ടാമത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് നോംസ് ആണ് കേട്ടോ. നമ്മൾ റൂൾസ് ആൻഡ് സ്റ്റാറ്റസ് പറഞ്ഞു, സോഷ്യൽ സ്ട്രക്ചറിന്റെ എലമെന്റ് ആയിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നോക്കുന്നത് നോംസ് ആണ്. നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചില മാനദണ്ഡങ്ങൾ. അത് ഫോർമലും ആകാം ഇൻഫോർമലും ആകാം. അതായത് എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ വിത്തിൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തെ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾ ഇങ്ങനെ ഇന്ന സമൂഹത്തിന്റെ ഭാഗമായിട്ട് വ്യക്തികൾ ഇങ്ങനെ പെരുമാറണം, ഇന്ന രീതിയിലാണ് നടക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അത് ബെറ്ററാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ചില സ്റ്റാൻഡേർഡ്സ് ഓഫ് ചില അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഫോർമൽ റൂൾസും ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള റൂൾസും ഉണ്ട്. ഇത് രണ്ടും നോംസിനകത്ത് ഉൾപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗാർഹിക പീഡനം അതെന്ന് പറയുന്നത് കുറ്റമാണ്, അല്ലെങ്കിൽ അതൊരു ഒഫൻസ് ആണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായി ശിക്ഷ ലഭിക്കുന്നതാണ്. അതൊരു ഫോർമൽ റൂൾ ആണ്, അല്ലെങ്കിൽ ഫോർമൽ റൂൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, അല്ല അതൊരു നിയമമാണ്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു ലോ ആണ്. അതുപോലെ തന്നെ ചില ഗ്രീറ്റിംഗ്സ്, അതായത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരം പറയുന്നത്, അതുപോലെ എന്താണ് നമ്മൾ ഒരാളെ അവരെ ഗ്രീറ്റ് ചെയ്യുന്നത്, വിഷ് ചെയ്യുന്നത്, കാണുമ്പോൾ വിഷ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്താണ് നമ്മൾ ഇൻഫോർമലി നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളല്ലേ. സോ ഇത്തരത്തിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ചില കസ്റ്റംസുകൾ, ഇതെല്ലാം എന്താണ്, ഇതും നോംസിന്റെ ഭാഗങ്ങളാണ്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ചില സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോംസ് അഥവാ മാനദണ്ഡങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് നോക്കുന്ന എലമെന്റ്സ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഫാമിലി, അതുപോലെ റിലീജിയൻ, സ്കൂൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എക്കണോമി, അതുപോലെ ഇതെല്ലാം തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂള്, അതെന്താണ് ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ റിലീജിയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, എക്കണോമി. സോ ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. സോ ഇതെല്ലാം സോഷ്യൽ സ്ട്രക്ചറിന്റെ സാമൂഹിക ഘടന മെയിൻറ്റെയിൻ ചെയ്യുന്ന സാമൂഹിക ഘടനയുടെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ്, തൂണുകളാണ്, നെടുംതൂണുകളാണെന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് ദേ ഗവേൺ ആൻഡ് റെഗുലേറ്റ് ബിഹേവിയർ വിത്തിൻ ദെയർ റെസ്പെക്റ്റീവ് ഡൊമൈൻസ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ മെയിൻ ഉദ്ദേശം എന്താണ്? ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? സമൂഹത്തിൽ ആ ഒരു സൊസൈറ്റിയിൽ ഭാഗമാകുന്ന ആൾക്കാരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം ശരിയായ രീതിക്ക് കൺട്രോൾ ചെയ്യാനും അതിനെ മോഡിഫൈ ചെയ്യാനും അവരുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതൊക്കെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ഹയറാർക്കി ആണ്. അപ്പൊ എന്താണ് സോഷ്യൽ ഹയറാർക്കി? Stratification based on factors like wealth, power and prestige creates hierarchies within society. ഒരു സമൂഹത്തില് എന്താണ്, സമൂഹത്തിലെ സമ്പത്ത്, അധികാരം, അന്തസ്സ് തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? സമ്പത്ത്, പവർ, പ്രസ്റ്റീജ്. സോ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, വർഗീകരണത്തെയാണ് നമ്മൾ സോഷ്യൽ ഹയറാർക്കി എന്ന് അല്ലെങ്കിൽ സാമൂഹിക ശ്രേണികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സോഷ്യൽ ക്ലാസസ്, കാസ്റ്റ് സിസ്റ്റം, ഓർഗനൈസേഷണൽ റാങ്ക്സ്, ഇതെല്ലാം സോഷ്യൽ ഹയറാർക്കീസിന് എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം, അല്ലെ. അതായത് കാസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇപ്പോൾ ബ്രാഹ്മിൻസ് ആണെങ്കിൽ ഉയർന്ന കാസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ദളിറ്റ്സ് അല്ലെങ്കിൽ ശൂദ്രര്, അവരാണെങ്കിൽ കുറച്ച് താഴ്ന്നൊരു ശ്രേണിയിൽ, ആ ഒരു ഹയറാർക്കിയിൽ ഏറ്റവും ലോവർ ഹയറാർക്കിയിൽ വരുന്ന അല്ലെങ്കിൽ ലോവർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് ഈ ശൂദ്രരൊക്കെ, അത് വിഭാഗക്കാർ. ഇങ്ങനെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ്, ഇതിനെല്ലാമാണ് നമ്മൾ ഈ സോഷ്യൽ ഹയറാർക്കി അല്ലെങ്കിൽ സാമൂഹിക ശ്രേണികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നെറ്റ്വർക്ക്. ഇപ്പൊ എന്താണ് നെറ്റ്വർക്ക്? ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു സൊസൈറ്റിയിൽ എന്താണ് ആൾക്കാരുടെ പെരുമാറ്റം, അവരുടെ ബിഹേവിയർ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വെബാണ് അല്ലെങ്കിൽ ഒരു വലയമാണ് സമൂഹം അല്ലെങ്കിൽ സാമൂഹിക ഘടന എന്നൊക്കെ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, അല്ലെ. അപ്പോൾ സമൂഹം ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാമൂഹിക ഘടന ആയിക്കൊള്ളട്ടെ, ഇത് രണ്ടിലും നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെ. സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങളുടെ ഒരു വലയം, ആ ഒരു നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വ്യക്തികളും അതുപോലെ ഗ്രൂപ്പുകളും തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളെയാണ് നമ്മൾ നെറ്റ്വർക്കുകൾ, അല്ലെങ്കിൽ ഇത്തരം സാമൂഹിക ബന്ധങ്ങളാണ് നെറ്റ്വർക്കുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ നെറ്റ്വർക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമൂഹിക ഘടന, ഒരു സോഷ്യൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ നെറ്റ്വർക്ക്സ്, കിൻഷിപ്പ് നെറ്റ്വർക്ക്. സോ ഇതൊക്കെ ഇപ്പോൾ രക്തബന്ധങ്ങളല്ല, ഒരു ഗ്രൂപ്പാണ്.
അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഒരു ഗ്രൂപ്പാണ്. അവിടെ ആ ഒരു ആൾക്കാരുടെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ് ആ ഒരു ഗ്രൂപ്പിൽ കാണാൻ കഴിയുന്നത്. ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ സാമൂഹിക ഘടന അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിലൂടെ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലൂടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ സാമൂഹിക ഘടന മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ് സാമൂഹിക ഘടനയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിൾ പോയിന്റ് ആണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും ഉൾപ്പെടുത്തി വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഓർഗനൈസ്ഡ് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഘടനയുണ്ടല്ലോ, അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സാമൂഹിക ബന്ധമാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിക്ക് ആൾക്കാരുടെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. അത് ആ ഒരു ഓർഗനൈസ്ഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സാമൂഹിക ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അത് തന്നെയാണ് ഒന്നാമത്തെ സവിശേഷതയായിട്ട് പറയുന്നത്. സംഘടിത ബന്ധങ്ങൾ എന്നുള്ളത് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ സാമൂഹിക ബന്ധങ്ങൾ വ്യവസ്ഥാപിതമായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ സമൂഹത്തിൽ സ്ഥിരതയും അതുപോലെ തന്നെ പ്രവചനാത്മകതയും ഒക്കെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ ഒരു ഓർഗനൈസ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. സോ അത് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു സവിശേഷതയാണ്. രണ്ടാമത് ഡൈനാമിക് ആൻഡ് ഇവോൾവിങ്. അപ്പോൾ എന്താണ്, ചലനാത്മകവും വികസിക്കുന്നതുമാണ് സോഷ്യൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ വികസന സ്വഭാവമുള്ളതും അതുപോലെ തന്നെ ചലനാത്മകവുമാണ് സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ സാമൂഹിക ഘടന എന്ന് നമുക്ക് പറയാം. അപ്പൊ സാമൂഹിക ഘടനകൾ നിശ്ചലമായിട്ടുള്ളതല്ല. അവ എന്താണ്, കുറച്ചുകൂടി എന്താണ്, അത് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് സാമൂഹിക ഘടനയിലും മാറ്റങ്ങൾ വരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് എപ്പോഴും ഒരു സൊസൈറ്റിയിൽ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് അബ്സ്ട്രാക്ട് നേച്ചർ ആണ്. എന്താണ് അബ്സ്ട്രാക്ട് നേച്ചർ? സാമൂഹിക ഘടന അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കാണാനെങ്കിൽ തൊടാനോ അല്ലെങ്കിൽ കാണാനോ കഴിയുന്ന ഒരു കാര്യമല്ല അല്ലേ. ഇതൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു അമൂർത്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ്, അതും സോഷ്യൽ സ്ട്രക്ചറിന്റെ സവിശേഷതയാണ്. ആൻഡ് ഡൈവേഴ്സ് കമ്പോണൻസ്. എന്താണ്, വൈവിധ്യമാർന്ന ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇടപഴകുന്നു അല്ലെങ്കിൽ ഇടചേർന്ന് പോകുന്നുണ്ട് ഈ ഒരു സാമൂഹിക ഘടനയ്ക്കകത്ത്. അത് അതിന്റെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. അപ്പോൾ അതായത് പരസ്പരം ഇടപഴകുന്ന വിവിധ ഉപസംവിധാനങ്ങളെ, ഉദാഹരണത്തിന് രാഷ്ട്രീയം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ഇതൊക്കെ വൈവിധ്യമാർന്ന മേഖലകളാണ്. ഇത് പരസ്പരം ഇടപഴകുന്നതിലൂടെ ഈ മേഖലകളിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഉപസംഹരിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ സമൂഹത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള കമ്പോണൻസ്, പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരവും സാമൂഹികപരവും സാമ്പത്തികപരവും മതപരവുമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനത്തെ കമ്പോണൻസുകളെല്ലാം തന്നെ, വൈവിധ്യമാർന്നിട്ടുള്ള ഈ കമ്പോണൻസുകളെല്ലാം സാമൂഹിക ഘടനയുടെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ് നമുക്ക് പറയാം. ആൻഡ് ഇതൊക്കെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇടപഴകിക്കൊണ്ടാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഘടന ഒരു സൊസൈറ്റിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ. എന്താണ് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ? അതായത് ഇവിടെ പെരുമാറ്റത്തിന്റെ സ്വാധീനം, വ്യക്തികൾ തമ്മിലുള്ള ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട് സാമൂഹിക ഘടനയ്ക്കകത്ത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, വ്യക്തികൾ തമ്മിലുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ആ ഒരു പെരുമാറ്റം അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, പരസ്പരം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പരസ്പരം സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാമൂഹിക ഘടനയുടെ സവിശേഷതയായിട്ട് പറയാം, പെരുമാറ്റത്തിന്റെ സ്വാധീനം. അപ്പൊ സാമൂഹിക ഘടനകൾ മാനദണ്ഡങ്ങളും പ്രതീക്ഷകളും ഒക്കെ സജ്ജമാക്കി അല്ലെങ്കിൽ വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് പറയാം. ഓക്കെ, ഒരു വ്യക്തികൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പെരുമാറ്റത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനായിട്ട് സാമൂഹിക ഘടനയ്ക്ക് കഴിയുന്നു. നെക്സ്റ്റ് കോംപ്ലക്സിറ്റി, സങ്കീർണത എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സിറ്റി ഉള്ള സങ്കീർണമായിട്ടുള്ള ഒന്നാണ്. അത് പല കാര്യങ്ങളിലും ഓവർലാപ്പ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ പല മേഖലകളെയും ഇതിന് കമ്പൈൻ ചെയ്യുകയും ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയവും അതുപോലെ വിദ്യാഭ്യാസവും സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങൾ, കമ്പോണൻസുകൾ, ഫാക്ടേഴ്സ്, ഇതിനെല്ലാം കൂടെ സമന്വയിപ്പിക്കാനും അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും സൊസൈറ്റിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. സോ അങ്ങനെ വരുന്ന സമയത്ത് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സങ്കീർണതകൾ നിറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യൽ സ്ട്രക്ചറിന്റെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് സാമൂഹിക ഘടന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ആൻഡ് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണല്ലോ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. പല ജാതിയിലുള്ള ആൾക്കാർ, പല മതത്തിലുള്ള ആൾക്കാർ, അതുപോലെ പല ഭാഷയിലുള്ള ആൾക്കാർ, ഇവരെല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് വൈവിധ്യമാർന്നതാണ് നമുക്ക് പറയാം. അപ്പോൾ പരമ്പരാഗതവും അതുപോലെ ആധുനികവുമായിട്ടുള്ള സംവിധാനങ്ങളുടെ സവിശേഷതകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹിക ഘടന നിലനിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ സാമൂഹ്യ ഘടനയുടെ വൈവിധ്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കാസ്റ്റ് സിസ്റ്റം അല്ലെ. നമുക്ക് അറിയുന്നുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ ഏറ്റവും പ്രധാനം കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കലി ഡിവൈഡഡ് സൊസൈറ്റി ഇൻറ്റു 4 മേജർ കാസ്റ്റസ്. അപ്പോൾ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജാതി വ്യവസ്ഥ ചരിത്രപരമായിട്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ 4 പ്രധാന ജാതികളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. മെയിൻലി എന്താണ്? ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. ബ്രാഹ്മിൺസ് എന്ന് പറയുമ്പോൾ ഹൈ കാസ്റ്റുകാരാണ്, അല്ലെങ്കിൽ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. പ്രീസ്റ്റുകൾ, സ്കോളേഴ്സ്, ഇവരൊക്കെയാണ് ഈ അല്ലെങ്കിൽ ബ്രാഹ്മിൺ എന്ന് പറയുന്ന കാസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ക്ഷത്രിയസ് എന്ന് പറയുമ്പോൾ വാരിയേഴ്സ് ആൻഡ് റൂളേഴ്സ്, അതായത് യുദ്ധത്തിനൊക്കെ പോകുന്ന യോദ്ധാക്കള്, ഭരണാധികാരികൾ, സൈനികരൊക്കെയാണ് ഈ ക്ഷത്രിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ആൻഡ് വൈശ്യാസ് എന്ന് വെച്ച് കഴിയുമ്പോൾ മെർച്ചൻസ്, ആർട്ടിസൻസ്, അതായത് കുഞ്ഞു കുഞ്ഞു എന്തെങ്കിലും മിഡിൽ ക്ലാസ്സുകാർ, അതായത് എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് പോകുന്ന ആൾക്കാർ, മെർച്ചൻസ്, കച്ചവടക്കാര്, ആർട്ടിസൻസ്, അതുപോലെ എന്താണ് വ്യാപാരം, കരകൗശല തൊഴിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ വൈശ്യാസ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ആൻഡ് ശൂദ്രാസ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന ജാതിക്കാരാണ്. അവർ തൊഴിലാളികളാണ്, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അതായത് ഈ ഹൈ കാസ്റ്റുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന ആൾക്കാരാണ് ശൂദ്രാസ്. അപ്പൊ ഇവർ തൊഴിലാളി വർഗമാണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ സമൂഹത്തെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക ഘടനയെ ഇങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത്. ബ്രാഹ്മിൺസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്, ദളിത്സ് അല്ലെ. ഫോർമലി അൺടച്ചബിൾസ് അല്ലെ. അൺടച്ചബിൾസ് എന്ന് അറിയപ്പെടുന്ന ദളിത് വിഭാഗക്കാർ. അവരെന്താണ്? ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ വിവേചനങ്ങൾ ഫേസ് ചെയ്യുന്ന, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ദളിത്. ആൻഡ് ഹാവ് സീൻ ഇംപ്രൂവ്മെന്റ് വിത്ത് മോഡേൺ റിഫോംസ്. പക്ഷെ അവർക്ക് ഇപ്പോഴും അവരുടെ ആ ഒരു ഡിസ്ക്രിമിനേഷനിൽ നിന്ന്, അവരെ ആ ഒരു വിവേചനപരമായിട്ടുള്ള അവരോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് അവരെ ബെറ്ററാക്കി കൊണ്ടുവരുന്ന തരത്തിൽ ഒരുപാട് പോളിസികളൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സാമൂഹ്യ ഘടനയിൽ ഇങ്ങനെയൊക്കെയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സാമൂഹ്യ ഘടന ഇങ്ങനെയൊക്കെയാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹിക ഘടനയുടെ ഒരു എലമെന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു സെൻട്രൽ യൂണിറ്റ് ആണ്. നമുക്കൊരു മെറിറ്റൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അതുവഴി കുഞ്ഞുങ്ങളെ പരിപാലിക്കുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനെ പ്രൊക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. And divorce is generally discouraged, but modernization has led to increased acceptance of separations in urban areas. Extended families are common, though nuclear families are on the rise. അപ്പോൾ നമ്മുടെ ഫാമിലി സ്ട്രക്ചർ, നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഫാമിലിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ ജോയിന്റ് ഫാമിലി ഒക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെ. കുറച്ചുകൂടെ എക്സ്റ്റൻഡഡ് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മോഡേൺ അല്ലെങ്കിൽ ഒരു ആധുനികതയിലേക്ക് വരുന്ന സമയത്ത് ഫാമിലിയുടെ സ്ട്രക്ചർ ഒക്കെ മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി ന്യൂക്ലിയർ ഫോമിലോട്ട് മാറിയിട്ടാണ്, കുടുംബങ്ങളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ മെറിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ട്, റിലീജിയനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടിരുന്നത് ഫാമിലിയിലെ മെറിറ്റൽ റിലേഷൻഷിപ്പ് അതൊക്കെ. ആൻഡ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു മോചനം, ഒരിക്കൽ മാരേജ് ചെയ്ത് അതിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു മുന്നേയൊക്കെ കണ്ടിരുന്നത് സൊസൈറ്റിയിൽ, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ. എന്നാൽ ഇപ്പോൾ അർബൺ ഏരിയാസിലൊക്കെ ഡിവോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ കുറച്ചുകൂടി എൻകറേജ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ മുന്നേ കുറച്ച് ജനറലി അത് ഡിസ്കറേജ്ഡ് ആയിട്ടില്ല, കുറച്ച് അത്ര അക്സെപ്റ്റഡ് അല്ലാത്തൊരു കാര്യമായിരുന്നു ഡിവോഴ്സ് ഒക്കെ. എന്നാൽ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് അർബൺ ഏരിയയിലൊക്കെ ഇതിപ്പോൾ അക്സെപ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു, അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫാമിലിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ജോയിന്റ് ഫാമിലി സ്ട്രക്ചറിൽ നിന്നൊക്കെ ന്യൂക്ലിയർ ഫാമിലി സ്ട്രക്ചറിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ അതിനേക്കാളും ഇപ്പൊ ലിവിങ് ടുഗദർ, കോഹാബിറ്റേഷൻസ് ഒക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഫാമിലിയുമായി ബന്ധപ്പെടുത്തി ഫാമിലിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ ഫാമിലി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, കുടുംബ വ്യവസ്ഥ അല്ലെങ്കിൽ കുടുംബഘടന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ഘടനയിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, ജെൻഡർ റോൾസ്.
അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാർക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്ത് പാട്രിയാർക്കൽ സമൂഹമാണ് ഇന്ത്യൻ സമൂഹം അല്ലെ. അതിപ്പോഴാണ് കുറച്ച് അതിലൊരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ മുന്നേക്ക് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. അതായത് പുരുഷ മേധാവിത്വത്തെ അംഗീകരിച്ചിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. അതായത് പുരുഷന്മാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, പുരുഷന്മാരെ അത് ചെയ്യാവുള്ളൂ, സ്ത്രീകൾക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ ജോലിക്ക് പോകാൻ പാടില്ല, സ്ത്രീകൾ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ട ആൾക്കാരാണ്. അത്തരമൊരു കാഴ്ചപ്പാട്, പുരുഷന്മാർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. സോ അത്തരമൊരു കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സിസ്റ്റ് ആയി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അതുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അത് മുന്നത്തിൽ നിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട്, ആ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് നമ്മളിപ്പോൾ മോഡേൺ സമൂഹത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷെ അതിപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത് തന്നെ ഈ ജെൻഡർ റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കലി പാട്രിയാർക്കൽ ഇന്ത്യസ് സോഷ്യൽ സ്ട്രക്ചർ ഹാസ് ബീൻ സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ എംപവറിംഗ് വുമൺ അല്ലെ. അതായത് ചരിത്രപരമായിട്ട് എന്താ പറയുന്നത്, ചരിത്രപരമായിട്ട് പുരുഷാധിപത്യപരമായ ഇന്ത്യയുടെ സാമൂഹിക ഘടന സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട്. മുന്നേ സ്ത്രീകളുടെ എംപവർമെന്റ് ഫോക്കസ് ചെയ്തിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ദിരാഗാന്ധി വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ അല്ലെ. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾ പല രംഗത്തും കടന്നു വരുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു അല്ലെ. ഒരു ഫീമെയിൽ ആണ് ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട്, അതായത് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ, ആദ്യത്തെ ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. സോ അതൊക്കെ വുമൺ എംപവർമെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് സ്ത്രീകളുടെ അവസ്ഥയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ പൊസിഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് വനിതാ ജഡ്ജിമാർ, അതുപോലെ തന്നെ പല മേഖലകളിലും ഇപ്പൊ സ്ത്രീകൾ കടന്നു വരുന്നുണ്ട്. പല ഹൈ പൊസിഷൻസിലും സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ മേഖലകളിലൊക്കെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇതിപ്പോൾ വളരെ ഹൈ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ സ്റ്റിൽ നമുക്കിതിപ്പോൾ ഇൻക്രീസ്ഡ് ആണ്. പക്ഷെ മുന്നേ അതൊന്നും ഇല്ലായിരുന്നു. സ്ത്രീകളുടെ ഒരു എംപവർമെന്റിന് മുന്നേ ഫോക്കസ് ചെയ്തില്ലായിരുന്നു. ഹൈറാർക്കി എന്താണ് പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സമൂഹം, ഹൈറാർക്കി അല്ല പാട്രിയാർക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് അതായിരുന്നു. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ എന്താ however men still hold dominant position in many families and societies rules. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട്, അവർക്ക് എംപവർമെന്റ് ഉണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പല ഫാമിലീസിലും പല സൊസൈറ്റി റോൾസും വഹിക്കുന്നത് പുരുഷന്മാരാണ്. അവരൊരു ഡോമിനന്റ് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അത്തരത്തിലൊരു ജെൻഡർ റോൾ എന്ന് പറയുന്നത്, അത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള എന്താണ് റോളുകൾ, എന്താണ് പദവികൾ അല്ലെങ്കിൽ റോളുകൾ ഇങ്ങനെ വേർതിരിച്ച് കൊടുക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, പാട്രിയാർക്കൽ സെറ്റപ്പ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് പാട്രിയാർക്കി ഗവേൺസ് മെനി ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ ലൈഫ് വെയർ എൽഡർ മെയിൽ മെമ്പർ ഹോൾഡ് അതോറിറ്റി ഇൻ ദ ഫീമെയിൽ ആൻഡ് സൊസൈറ്റി. അപ്പൊ എന്താണ് പാട്രിയാർക്കൽ സെറ്റപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം. ഇത് ഇന്ത്യൻ ജീവിതത്തിന്റെ പല വശങ്ങളെയും നിയന്ത്രിക്കുന്നു. അവിടെ മുതിർന്ന പുരുഷന്മാര് പല കാര്യങ്ങൾ, അവർ അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുകയും അവർ എന്താണ് ഫാമിലിയിൽ ഡിസിഷൻ മേക്കിംഗ് പവർ അവരുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യുന്നു. സോ അത്തരത്തിലൊരു പാട്രിയാർക്കൽ സെറ്റപ്പ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു ഘടനയിൽ ഉൾപ്പെടുന്നതാണ്. നെക്സ്റ്റ്, റിച്വൽസ് ആൻഡ് സെറമണീസ്. ഓക്കെ, റിച്വൽസ് ആൻഡ് സെറമണീസ്, അതായത് ആചാരങ്ങളും ചടങ്ങുകളൊക്കെ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ നിരവധി എന്താണ് ജാതികളുണ്ട്, മതങ്ങളുണ്ട്. അപ്പൊ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെയൊക്കെ ആ ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ആചാരങ്ങള്, ചില ചടങ്ങുകളൊക്കെ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഹിന്ദുക്കളുടെ വിവാഹ ചടങ്ങുകളുണ്ട്, മുസ്ലിങ്ങൾക്ക് പ്രത്യേക വിവാഹ ചടങ്ങുകൾ, ക്രിസ്ത്യൻസിന് പ്രത്യേക വിവാഹ ചടങ്ങുകൾ. അത് ആ വിവാഹവുമായി ബന്ധപ്പെടുത്തി മാത്രം പറഞ്ഞാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ രീതിക്കാണ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ആചാരങ്ങൾ നടത്തുന്നത്, ഓരോ രീതിക്കാണ് ചടങ്ങുകളൊക്കെ നടത്തുന്നത്. സോ അത്തരത്തിലുള്ള റിച്വൽസ് ആൻഡ് സെറമണീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹിക ഘടനയുടെ ഭാഗമായി തന്നെ പറയാം. മാരേജ് സിഗ്നിഫിക്കന്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലിബ്രേറ്റഡ് വിത്ത് എലാബറേറ്റ് റിച്വൽസ് അല്ലെ. ആൻഡ് ട്രഡീഷണലി അറേഞ്ച്ഡ് മാരേജസ് ഡോമിനേറ്റ് ബട്ട് സെൽഫ് അറേഞ്ച്ഡ് മാരേജസ് ആർ ഇൻക്രീസിംഗ് ഇൻ അർബൻ ഏരിയ. അപ്പോൾ മാരേജ് എന്ന് പറയുന്നത് അത് പവിത്രമായിട്ട് കാണുകയും അത് മതപരമായി കണക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് പാരമ്പര്യമായിട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് ആചാര മര്യാദകളൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ റീസെന്റ് ഇപ്പോൾ അതിൽ സെൽഫ് അറേഞ്ച്ഡ് മാരേജസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ അർബൻ ഏരിയയിലൊക്കെ
എന്താണ് സെൽഫ് അറേഞ്ച്ഡ് ആയിട്ടുള്ള മാരേജസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിച്വൽസ് ആൻഡ് സെറമണീസ് ഒക്കെ കമ്പാരിറ്റീവ്ലി നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ജനനവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൺസിഡർ ആസ്പിഷ്യസ് വിത്ത് ദ ബർത്ത് ഓഫ് എ മെയിൽ ചൈൽഡ് ഓഫൻ സെലിബ്രേറ്റഡ് മോർ ദാൻ എ ഫീമെയിൽ ചൈൽഡ്. അതുപോലെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് പെൺകുട്ടിയെക്കാളും ആൺകുട്ടികളൊക്കെ ജനിക്കുന്ന സമയത്ത് അത് ഒരുപാട് അവർ സെലിബ്രേറ്റ് ചെയ്യുകയും അതുമായി ബന്ധപ്പെടുത്തി ചില ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്താറുണ്ട്. ആൻഡ് ഡെത്ത്, മരണവുമായി ബന്ധപ്പെടുത്തി എലാബറേറ്റ് ഡെത്ത് റിച്വൽസ് ആൻഡ് ആനുവൽ റിമെമ്പറൻസ് സെറമണീസ് ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഡെത്ത് ആനിവേഴ്സറി, അതുപോലെ എന്താ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ചടങ്ങുകൾ, റിച്വൽസ്, സെറമണീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ. സോ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ റിച്വൽസ്, സെറമണീസ് ഇതെല്ലാം തന്നെ എന്താണ്, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹ്യ ഘടനയുടെ എലമെന്റ്സ് ആയിട്ടോ ഭാഗങ്ങളായിട്ടോ നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് സാമൂഹിക ഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രാധാന്യം എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ സാമൂഹിക ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് വ്യക്തികളുടെ റോളുകൾ എന്താണ്, ആളുകളും അതുപോലെ വ്യക്തികളും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും അത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ്, അതുപോലെ വ്യക്തികളുടെ മികച്ച പെരുമാറ്റ രീതികൾ ആൻഡ് ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് വ്യക്തികൾ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ ഇടപഴകുന്നത്, വ്യക്തികളും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ റോൾ എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനപ്പെടുത്തി അവർ എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ആൻഡ് നമുക്ക് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ദിസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ, അല്ലെ, സൊസൈറ്റിയിൽ ഒരു സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാമൂഹിക ഘടനയ്ക്ക് കഴിയുന്നുണ്ട്. സോ അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രാധാന്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്താണ്, സാമൂഹിക സ്ഥിരതയും ക്രമവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. സമൂഹത്തിന്റെ റോളുകൾ, ബന്ധങ്ങൾ സംഘടിപ്പിക്കുന്നതിലൂടെ സാമൂഹിക ഘടന സ്ഥിരതയ്ക്കുള്ള ഒരു അടിത്തറ പാകുന്നു എന്ന് നമുക്ക് പറയാം. ആൻഡ് ഷേപ്സ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ, വ്യക്തികളുടെ പെരുമാറ്റത്തെ ഷേപ്പ് ചെയ്യുന്നു. അതും സോഷ്യൽ സ്ട്രക്ചറിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. വ്യക്തികൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി, പർട്ടിക്കുലർ നോംസിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ അവൻ സമൂഹത്തിൽ പെരുമാറണം, ചിട്ടയായ രീതിക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിക്ക് അവൻ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത് സാമൂഹിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ്. സോ അതും സാമൂഹിക ഘടനയുടെ ഇമ്പോർട്ടൻസിൽ പറയാം. നെക്സ്റ്റ്, ഫ്രെയിംവർക്ക് ഫോർ അനാലിസിസ്. എന്താണ്, വിശകലനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാര്യങ്ങളെ കുറച്ചുകൂടി എന്താണ് അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഫ്രെയിംവർക്ക് ഫോർ അനാലിസിസ് എന്ന് പറയുന്നത്. സാമൂഹിക ഘടന ഒരു ലെൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു നമുക്ക് പറയാം. അതിലൂടെ അസമത്വം, അതുപോലെ തന്നെ പവർ ഡോമിനൻസ്, സാമൂഹിക മാറ്റം എന്നിവ പോലുള്ള സാമൂഹിക പ്രശ്നങ്ങളെ കുറെ കൂടി വിശകലനം ചെയ്യാനും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ആ സമൂഹത്തെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു റെക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും കഴിയുന്നത് നമുക്ക് ഈ സാമൂഹിക ഘടനയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. സോ ഒരു ലെൻസ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നു. സൊസൈറ്റിയിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ലെൻസ് ആയിട്ട് സോഷ്യൽ സ്ട്രക്ചർ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാം. അതാണ് ഈ ഫ്രെയിംവർക്ക് ഫോർ അനാലിസിസ് എന്ന് പറയുന്ന പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ബേസിസ് ഫോർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ട്, ഒരു ബേസിസ് ആയിട്ട് സോഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ സാമൂഹിക സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുവാണ്, അല്ലേ. ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഒരു സമൂഹത്തിന്റെ ഒരു പർട്ടിക്കുലർ ഘടനയാണ് അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഘടനയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളും അവരുടെ പെരുമാറ്റമൊക്കെ നിയന്ത്രിക്കാനാണ് ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, കുടുംബങ്ങൾ, സ്കൂളുകൾ, ഗവൺമെന്റുകൾ, മതം തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഇത്തരം സംഘടനകൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ ഈ സാമൂഹിക ഘടന ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ അത്തരമൊരു ഇന്റർ കണക്ഷൻ നമുക്ക് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് അഡ്രസ്സസ് ഇൻഇക്വാളിറ്റി, അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ സാമൂഹിക ഘടനയെ കുറിച്ചുള്ള പഠനത്തിലൂടെ, അല്ലെങ്കിൽ സാമൂഹിക ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന രീതിക്ക് ഒരു ഇൻഇക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ, ഇൻഇക്വാളിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ അത് സൊസൈറ്റിയിൽ അഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ കുറച്ചുകൂടി
ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അനാലിസിസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതുപോലെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങളെ കുറെ കൂടി അനലൈസ് ചെയ്യാൻ നമുക്ക് സാമൂഹിക ഘടന ഹെൽപ്പ് ചെയ്യും. സാമൂഹിക ഘടന പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് സൊസൈറ്റി നിലനിൽക്കുന്ന സംസ്കാരത്തെക്കുറിച്ച്, വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സംസ്കാരങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ എന്ത് ചെയ്യുക, സമൂഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, സാമൂഹികമായിട്ടുള്ള ഘടനയെക്കുറിച്ച് മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡ് ഗൈഡ്സ് പോളിസി മേക്കിംഗ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് നമ്മൾ പറഞ്ഞു വൈവിധ്യമാർന്നിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്ട്രക്ചറിനെ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് ആ ഒരു സമൂഹഘടനയ്ക്കകത്ത് നിലനിൽക്കുന്ന കൾച്ചറൽ ഡൈവേഴ്സിറ്റി, വൈവിധ്യമാർന്നിട്ടുള്ള സംസ്കാരങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. സാംസ്കാരിക വൈവിധ്യങ്ങളെ വിലമതിക്കുവാനും മനസ്സിലാക്കാനും സാമൂഹ്യഘടന അനുവദിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സമ്പന്നവും വൈവിധ്യപൂർണ്ണമായ പൈതൃകമുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വൈവിധ്യമാർന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ചും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെക്കുറിച്ചും മാനദണ്ഡങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ്, അല്ലെ? സോ അത്തരത്തിലൊരു സാമ്യമായിട്ടുള്ളൊരു പരസ്പര വ്യവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാൻ, അതിലൂടെ ഒരു പരസ്പര ബന്ധം, ബെറ്റർ ആയിട്ടുള്ള ഒരു പരസ്പരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതും സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഗൈഡ്സ് പോളിസി മേക്കിംഗ് ആണ്, അല്ലെ? അതായത് നയരൂപീകരണത്തിന് വേണ്ട ഗൈഡൻസ് സാമൂഹിക ഘടനയിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സാമൂഹിക ശ്രേണികൾ, സ്ഥാപനങ്ങൾ, ചലനാത്മകത എന്നിവയെ കുറിച്ചുള്ള അറിവ് ഫലപ്രദമായ രീതിക്ക് ഭരണത്തെ മുന്നോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സമൂഹത്തിന്റെ ഗവേണൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വികസനങ്ങൾ ആസൂത്രണം ചെയ്യാനും പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ ഭരണകൂടത്തെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സാമൂഹിക ഘടനയെ കുറിച്ച് മനസ്സിലാക്കി ആ ഒരു സൊസൈറ്റിയുടെ സാമൂഹിക ഘടനയ്ക്ക് അനുസൃതമായിട്ടല്ലേ ഗവൺമെന്റിന്റെ പോളിസിയൊക്കെ മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമല്ലേ ആ ഒരു പോളിസി വളരെ സക്സസീവായിട്ട് മാറത്തുള്ളൂ. സോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. So these are the importance of understanding social structure. അപ്പോൾ നമ്മൾ സോഷ്യൽ സ്ട്രക്ചർ പഠിച്ച സമയത്ത് സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റസ് ആൻഡ് റോൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആൻഡ് നമുക്ക് സിലബസിൽ അത് കുറച്ചുകൂടി എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള എക്സ്ട്രാ ഫാക്ട്സുകൾ ഉൾപ്പെടുത്തി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റസ് ആൻഡ് റോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിന്റെ സാമൂഹിക ഘടനയുടെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ്, എന്താണ് റോൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു നേരത്തെ. നമുക്ക് നോക്കാം. ഇൻ സോഷ്യോളജി, status and roles are fundamental concepts that explain how individual fit into and interact within a social system. അതായത് സോഷ്യോളജിയിൽ സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഈ കോൺസെപ്റ്റുകളിലൂടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു കോൺസെപ്റ്റുകളിലൂടെ വ്യക്തികൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇടപഴകുന്നത്, വ്യക്തികൾ എങ്ങനെയാണ് ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് ഫിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അനുയോജ്യമായ രീതിക്ക് ഇടപഴകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത്തരത്തിൽ വ്യക്തികൾ എങ്ങനെ ഒരു സമൂഹത്തിൽ ഇന്ററാക്ട് ചെയ്ത് സമൂഹത്തിന്റെ സാമൂഹിക സമ്പ്രദായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എങ്ങനെ അതിനനുയോജ്യമായി വ്യക്തികൾ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളാണ് സ്റ്റാറ്റസും റോളും. Okay, and these concepts highlights the structure and expectations surrounding individuals in society, forming the basis for social order and interactions. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണ്, എങ്ങനെയാണ് ദ സ്ട്രക്ചർ ആൻഡ് എക്സ്പെക്ടേഷൻസ് സറൗണ്ടിങ് ഇൻഡിവിജ്വൽസ് ഇൻ സൊസൈറ്റി. ഒരു സമൂഹത്തിലെ വ്യക്തികൾ ഭാഗമാകുന്ന സമൂഹത്തിൽ വ്യക്തികളുടെ എക്സ്പെക്ടേഷൻസ്, അവരുടെ സക്സസ്, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചുകൂടി അതിനെ ഒന്ന് സറൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഓർഡറും അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, വ്യക്തികളുടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെഫിനിഷൻസ് നമ്മൾ നോക്കിയതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. സ്റ്റാറ്റസിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ പ്രധാനമായും സ്റ്റാറ്റസിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് റെഫേഴ്സ് ടു ദ പൊസിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഹോൾഡ് വിത്തിൻ എ സോഷ്യൽ ഹൈറാർക്കി ഒരു ഗ്രൂപ്പ്. അതായത് വ്യക്തികൾ ഭാഗമാകുന്ന ഒരു ഗ്രൂപ്പിൽ അവിടെ എന്താണ്, അവിടെ സ്റ്റാറ്റസ് എന്നത് ഒരു സാമൂഹ്യ ശ്രേണിയിലോ ഗ്രൂപ്പിലോ ഉള്ള ഒരു വ്യക്തി വഹിക്കുന്ന അവന്റെ സ്ഥാനം, അവന്റെ പൊസിഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ മാർക്കർ ഓഫ് സോഷ്യൽ ഐഡന്റിറ്റി ദാറ്റ് ഡിറ്റർമൈൻ ആൻ ഇൻഡിവിജ്വൽ സ്റ്റാൻഡിങ് ഇൻ റിലേഷൻ ടു അതേഴ്സ്.
അപ്പൊ ഇതെന്താണ്? ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഒരു വ്യക്തികൾ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ മുൻനിർത്തി ഒരു വ്യക്തിയുടെ നില നിർണ്ണയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അവന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനും മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നില, അവന്റെ പൊസിഷൻ എന്താണെന്ന് നിർണ്ണയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവന്റെ പൊസിഷൻ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിൽ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. അപ്പൊ എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനന സമയത്തോ അല്ലെങ്കിൽ പിന്നീടുള്ള ജീവിതത്തിൽ സ്വമേധയോ ഉള്ളതോ ആയിട്ടുള്ള വ്യക്തികൾക്ക് സ്വമേധയാ ലഭിക്കുന്ന ബൈ ബർത്തിൽ ലഭിക്കുന്ന അവന്റെ പദവികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വംശം, അതുപോലെ തന്നെ ജെൻഡർ, ജാതി, കാസ്റ്റ്, അതുപോലെ കുടുംബ പൈതൃകം, ഇതെല്ലാം അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതായത് ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയായിരുന്നാലും അവർക്ക് എന്താണ് ആ ഒരു രാജകീയ പദവിയായിരിക്കും അവന് ലഭിക്കുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ ജനിക്കുന്ന ഓരോ തലമുറയിലെ ഓരോ വ്യക്തികൾക്കും ആ ഒരു രാജകീയ പദവി ലഭിക്കുന്നുണ്ട്. സോ അതെന്താണ് അവന് ബൈ ബർത്തിൽ ലഭിച്ചതാണ്. സോ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്, ലഭിക്കുന്ന അവന്റെ പദവികളാണ് നമ്മൾ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എന്നാൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വ്യക്തികൾ അവന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ട്, അവന്റെ കഴിവുകൾ കൊണ്ട് വ്യക്തികൾ നേടിയെടുക്കുക. ഈ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അച്ചീവ്ഡ് നേടിയെടുക്കുന്ന സ്റ്റാറ്റസ്. ഓക്കെ, ഇപ്പൊ വ്യക്തിപരമായ പ്രയത്നം കൊണ്ടോ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊണ്ടോ ഒക്കെ വ്യക്തികൾ ചില പൊസിഷൻസുകളിലേക്ക് എത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചില പൊസിഷൻസ് വ്യക്തികൾ നേടിയെടുക്കുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ, ഈ ഒരു സ്റ്റാറ്റസിനെയാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഡോക്ടറോ കളക്ടറോ രാഷ്ട്രീയ നേതാവോ ആവുക എന്നത് ഒരു വ്യക്തി അവന്റെ ക്വാളിഫിക്കേഷൻ, അവന്റെ കഴിവുകൾ കൊണ്ട് അവൻ നേടിയെടുക്കുന്നതാണ്. സോ അത് അച്ചീവ്ഡ് സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, സ്റ്റാറ്റസിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു പദവിയുണ്ട്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഡിറ്റർമിൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എന്താണ്? വ്യക്തികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർണ്ണയിക്കുന്നതിന് സ്റ്റാറ്റസ് അത്യന്താപേക്ഷിതമാണ്. അത് സ്റ്റാറ്റസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാം. ഒരു സാമൂഹിക ഘടനയിൽ ഒരു വ്യക്തിയുടെ പ്രതീക്ഷകൾ, അവന്റെ അവകാശങ്ങൾ, അവന്റെ കടമകൾ എന്നിവയെ നിർണ്ണയിക്കുന്നത് അവന്റെ സ്റ്റാറ്റസ് ആണ്. സോ ഉദാഹരണത്തിന് ഒരു രക്ഷിതാവ് അവരുടെ കുട്ടിയിൽ നിന്നും ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ കുട്ടിയിൽ നിന്നും ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. അത്തരം പ്രതീക്ഷകൾ, ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ട് ആ കുട്ടി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടി ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മാറുന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്റെ കുട്ടിയെ കളക്ടറാക്കുക അല്ലെങ്കിൽ ഡോക്ടറാക്കുക എന്നുള്ള പാരന്റ്സിന്റെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് കുട്ടി മാറി വരുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു സ്റ്റാറ്റസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ മാറുന്നുണ്ട് അല്ലെ. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അതുപോലെ തന്നെ തന്റെ കുട്ടികളെ ഇങ്ങനെയൊക്കെ നോക്കണം, അത് പാരന്റ്സിന്റെ കടമകളാണ് അല്ലെ. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവരെങ്ങനെയാണ് നോക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിക്ക് അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് വേണ്ട ബെറ്റർ ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതൊക്കെ അവരുടെ സ്റ്റാറ്റസിന് അനുസൃതമായിട്ട്, ഒരു പാരന്റ്സിന്റെ പദവികൾക്ക് അനുസൃതമായിട്ട്, അവരുടെ സ്റ്റാറ്റസിന് അനുസൃതമായിട്ട് ആ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ഡിറ്റർമിൻ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളെയൊക്കെ നിർണ്ണയിക്കാൻ സ്റ്റാറ്റസ് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് പറയാം. അതൊരു ഒരു സിഗ്നിഫിക്കൻസ് ആണ് സ്റ്റാറ്റസിന്റെ. ആൻഡ് ഹൈറാർക്കി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പൊ ഈ പദവിയുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ ഹൈറാർക്കി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു വർഗീകരണം, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ഒരു ശ്രേണീകരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നല്ലൊരു സ്റ്റാറ്റസ്, നല്ലൊരു പദവിയിലുള്ള ഒരു വ്യക്തിക്ക് അവന് ഉയർന്നൊരു അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഒരു വർഗീകരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കിയിൽ ഏറ്റവും ഉയർന്ന ഒരു പൊസിഷൻ അവന് കൊടുക്കും. ഈവൻ ഇപ്പൊ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സമൂഹം കൊടുക്കുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഹൈറാർക്കിയിൽ, ആ ഒരു ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന പൊസിഷൻ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു ശ്രേണികൾ അല്ലെങ്കിൽ ആ ഒരു വർഗീകരണത്തെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു സ്ട്രാറ്റിഫിക്കേഷനെ ഫിക്സ് ചെയ്യാനായിട്ട് സ്റ്റാറ്റസ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു ഹൈറാർക്കി സൊസൈറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാറ്റസ് കാരണമാകുന്നു. ആൻഡ് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. അതുപോലെ തന്നെ എന്താണ് വ്യക്തികളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും സോഷ്യൽ ഇന്ററാക്ഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്റ്റാറ്റസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാറ്റസ് ഒരു ഐഡന്റിറ്റി നൽകുകയും വ്യക്തികൾ അവരുടെ സാമൂഹിക പരിസ്ഥിതിയിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നത് അവന്റെ സ്റ്റാറ്റസ്, അവന്റെ പദവികളാണ്.
സോ ഇതാണ് സ്റ്റാറ്റസുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സ്റ്റാറ്റസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റെഫേഴ്സ് ടു ദ ഡൈനാമിക് ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസ് അല്ലെ. അപ്പൊ സ്റ്റാറ്റസിന്റെ ചലനാത്മകമായ വശങ്ങളെ സൂചിപ്പിക്കുന്നതാണ് റോൾ എന്ന് നമുക്ക് പറയാം. It encompasses the behavior, obligation and expectation associated with a particular status in a social system. ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരു പ്രത്യേക പദവിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ, ബാധ്യതകൾ, പ്രതീക്ഷകൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ് റോൾ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഒരു വ്യക്തിക്ക് അവന്റെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അവന് ഇന്ന പദവിയാണുള്ളത്. ഒരു ഡോക്ടറാണെങ്കിൽ എന്ത് ചെയ്യുക? രോഗികളെ ട്രീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, അവരെ അച്ചടക്കം പഠിപ്പിക്കുക. ഇതൊക്കെയാണ് അവന്റെ റോള്. അപ്പോൾ ഓരോ പദവിക്ക് അനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പദവികൾക്ക് അനുസൃതമായിട്ട് ഓരോ വ്യക്തികൾക്കും റോള് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സമൂഹം. It encompasses the behavior, obligation and expectation associated with a particular status in a social system. അതാണ് റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോൾസ്. റോളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഡൈനാമിക് നാച്ചർ. റോൾ എന്ന് പറയുന്നത് ഡൈനാമിക് നാച്ചർ അല്ലെങ്കിൽ എന്താണ്? ചലനാത്മക സ്വഭാവമുള്ള ഒന്നാണ് റോൾ എന്ന് നമുക്ക് പറയാം. അതായത് സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ വ്യക്തികളുടെയും റോളുകൾ നിർവഹിക്കപ്പെടുന്നു. ഈ റോളുകൾ എപ്പോഴും ഒരേപോലെയല്ല. അത് സാഹചര്യങ്ങൾക്കനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചും ഓരോ വ്യക്തിയുടെയും റോളുകൾ എന്ത് ചെയ്യപ്പെടും? മാറ്റങ്ങൾക്ക് വിധേയമാകും. ഫോർ എക്സാമ്പിൾ, വീട്ടിലെ അച്ഛന്റെ റോൾ എന്താണ്? അതായത് ഹസ്ബൻഡിന്റെ റോള് വഹിക്കുന്നുണ്ട് അദ്ദേഹം. അമ്മയ്ക്ക് അദ്ദേഹം ഹസ്ബൻഡാണ്. അതുപോലെ കുട്ടികൾക്ക് എന്താണ്? അദ്ദേഹം അച്ഛനാണ്. അപ്പൊ ഇങ്ങനെ ആ ഒരു റോൾ, ഇത്ര വ്യത്യസ്തമായിട്ടുള്ള റോളുകളാണ് അദ്ദേഹം വഹിക്കുന്നത്. അതുപോലെ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ്? ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് അത്തരം റോളുകളാണ്, ഒരു എംപ്ലോയിയുടെ റോളാണ് അദ്ദേഹം വഹിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് വൈവിധ്യമാർന്ന റോളുകൾ അവരുടെ സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആശ്രയിച്ച് അവരുടെ റോളുകളിൽ മാറ്റങ്ങൾ വരുന്നു. വൈവിധ്യമാർന്ന റോളുകൾ അവൻ വഹിക്കുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ ഇങ്ങനെ റോൾ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ റോൾ എന്ന് പറയുന്നത് അത് സ്റ്റാറ്റിക് അല്ല, അത് ഡൈനാമിക് ആണ്. അത് എന്താണ്? ചലനാത്മക സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് രണ്ടാമത്തെ സവിശേഷത റോൾ എക്സ്പെക്ടേഷൻസ് ആണ്. അതായത് ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ എക്സ്പെക്ടേഷൻസ് സമൂഹത്തിനുണ്ടാകും. ഓരോ വ്യക്തിയുടെയും പദവിക്ക് അനുസരിച്ച് അവരിൽ നിന്ന് ഓരോ എക്സ്പെക്ടേഷൻ എന്തുണ്ടാകും? സമൂഹത്തിനുണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുക? പഠിപ്പിക്കുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഒരു ടീച്ചറുടെ ഡ്യൂട്ടി. അപ്പോൾ ഒരു ടീച്ചറായിട്ട് പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ട് പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യം, ആ റോൾ അതൊക്കെയാണ്. അപ്പൊ അവരിൽ നിന്ന് അതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ. അത്രയും റോൾ എക്സ്പെക്ടേഷൻ റോളിന്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. നെക്സ്റ്റ്, റോൾ കോൺഫ്ലിക്റ്റ്. ഇതാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. റോൾ അത് വൈരുദ്ധ്യങ്ങൾ അല്ലെ. ഇപ്പൊ ഒരു വ്യക്തികൾ പലപ്പോഴും ഒന്നിലധികം പദവികൾ വഹിക്കുന്നു. ഇത് പരസ്പര വിരുദ്ധമായിട്ടുള്ള റോളുകളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം, ജോലി സ്ഥലത്ത് ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ള ലെവലിൽ ഒരു റോൾ വഹിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ അച്ഛനോ അമ്മയോ ആ ഒരു റോൾ വഹിക്കുന്നുണ്ട്. അപ്പൊ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്തും സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാം, ഒരു റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റോൾ സെറ്റ്. എന്താ റോൾ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ പദവി, ഒരൊറ്റ സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ നിരവധി റോളുകൾ ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഡോക്ടർക്ക് രോഗികൾക്ക് രോഗശാന്തി വരുത്തുക, അല്ലെങ്കിൽ രോഗശാന്തി നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മെഡിസിൻസ് ഒക്കെ എടുത്ത് അവരുടെ രോഗം ഭേദമാക്കുക എന്നൊരു ഡ്യൂട്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ജൂനിയേഴ്സിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അതുപോലെ അവർക്ക് വേണ്ടി ഒരു പ്രൊഫസറായിട്ട് അവിടെ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്ത് അവരെ ചിലപ്പോൾ ഡോക്ടർ തന്നെ സീനിയർ ആണെങ്കിൽ ഒരു പ്രൊഫസറായിട്ടായിരിക്കും വർക്ക് ചെയ്യുക അല്ലെ. അവരുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് വേണ്ട ഗൈഡൻസുകളൊക്കെ കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പൊ അത്തരം ഒരു റോൾ വഹിക്കുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ എന്താണ്? അവിടെ കൂടി നിൽക്കുന്ന അവരെ ഡോക്ടറെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു ഒറ്റ പദവിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെ, ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വ്യത്യസ്തമായിട്ടുള്ള റോൾ സെറ്റിംഗ്സ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഒറ്റ സെറ്റിംഗ്സിനകത്ത് നിന്നുകൊണ്ട് വൈവിധ്യമാർന്ന റോളുകൾ ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ റോൾ സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡൈനാമിക് ഇൻ നാച്ചർ, റോൾ എക്സ്പെക്ടേഷൻ, റോൾ കോൺഫ്ലിക്റ്റ്, റോൾ സെറ്റ്. ഇതെന്താണ്? റോളിന്റെ അല്ലെങ്കിൽ റോൾസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് റോളിന്റെ പ്രാധാന്യം എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? സോഷ്യൽ ഇന്ററാക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സാമൂഹിക ഇടപെടലുകൾ സുഗമമാക്കുന്നു എന്നുള്ളത് റോളിന്റെ ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് പറയാം. റോൾ ആക്ട് ആസ് ഗൈഡ് ലൈൻസ്
ഫോർ ബിഹേവിയർ, എനാബിളിംഗ് സ്മൂത്ത് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് റെഡ്യൂസിങ് ആംബിഗ്വിറ്റി ഇൻ റിലേഷൻഷിപ്പ്. അതായത് ഓരോ വ്യക്തിയുടെയും റോളുകൾ അവൻ്റെതായിട്ടുള്ള അവൻ്റെ പദവികൾക്ക് അനുസൃതമായിട്ടുള്ള അവൻ്റെ റോള് എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയും ഗൈഡ് ചെയ്യുകയും സോഷ്യൽ ഇന്ററാക്ഷൻ കുറെ കൂടി സുഗമമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലൂടെ സോഷ്യൽ റിലേഷൻഷിപ്പ് വളരെ ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് കൊണ്ടുപോയി ആംബിഗ്വിറ്റി ആയിട്ടുള്ള അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പിനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവ്യക്തത, അതായത് അവന്റെ ആ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിലെ അവ്യക്തത കുറയ്ക്കുകയും അതുപോലെ തന്നെ വളരെ ബെറ്റർ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താൻ അവനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ്, കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ ഓർഡർ. സാമൂഹികമായിട്ടുള്ള ഒരു ഓർഡർ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവൻ്റെതായിട്ടുള്ള റോളുകളാണ്, സോഷ്യൽ റോളാണ് നമുക്ക് പറയാം. ഒരു വ്യക്തി അവന്റെ സാമൂഹികമായിട്ടുള്ള ഒരു ഓർഡർ നിലനിർത്താൻ അവനെ ഹെൽപ്പ് ചെയ്യുന്ന അവന്റെ റോളുകളാണ്. ബൈ ഫുൾഫില്ലിംഗ് ദെയർ റോൾസ് ഇൻഡിവിജ്വൽസ് മെയിൻറ്റെയിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് ഫങ്ഷണാലിറ്റി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിസ്റ്റംസ്. അപ്പോൾ അവന്റെ ഓരോ വ്യക്തികളും അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവൻ്റെതായിട്ടുള്ള റോളുകളുണ്ട്. ആ റോളുകൾ അവൻ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് അവിടെ വ്യക്തികൾക്ക് എന്താണ്, അവരുടെ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താനും അതുപോലെ തന്നെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ടുള്ള രീതിക്ക് പ്രവർത്തനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അനുയോജ്യമായ രീതിക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുയോജ്യമായ രീതിക്ക് പ്രവർത്തിക്കാനൊക്കെ എന്ത് ചെയ്യും, അവനെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്ന സിഗ്നിഫിക്കൻസ് ഇൻഡിവിജ്വൽ ഫുൾഫിൽമെന്റ് ആണ്. സക്സസ്ഫുള്ളി പെർഫോമിംഗ് റോൾ കോൺട്രിബ്യൂട്ട് ടു എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആൻഡ് സെൽഫ് വർത്ത്. അല്ലെ, അതായത് ഒരു സെൽഫ് വർത്ത് അച്ചീവ് ചെയ്യാനായിട്ട് വ്യക്തികളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ഓരോ വ്യക്തിയും അവൻ്റെതായിട്ടുള്ള റോളുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവന് ഒരു സെൽഫ് വർത്ത് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു എന്താണ്, അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അവൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെയൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് റോളുകൾ. അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് റോൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് സെൽഫ് വർത്ത് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് പ്രധാനമായും റോളിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പ്രാധാന്യമായിട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോൾ. റോളും സ്റ്റാറ്റസും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഈ റോളും സ്റ്റാറ്റസ് എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം എങ്ങനെ എന്നുള്ളത്. അതിലെ ഫസ്റ്റ് വൺ മ്യൂച്വൽ ഡിപ്പെൻഡൻസി ആണ്. എന്താണ് മ്യൂച്വൽ ഡിപ്പെൻഡൻസി? ഇവിടെ സ്റ്റാറ്റസ് ആൻഡ് റോൾ ആർ ഇന്റർ കണക്റ്റഡ്. ഒരു പദവിയും അവന്റെ റോളുകൾ എന്ന് പറയുന്നത് എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു വ്യക്തിക്ക് അവൻ വഹിക്കേണ്ട അല്ലെ അവൻ്റെതായിട്ടുള്ള ഒരു പദവി, ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിനനുസരിച്ചിട്ടായിരിക്കും ഓരോ വ്യക്തിയും അവൻ്റെതായിട്ടുള്ള റോളുകൾ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇന്റർ കണക്ഷൻ ഇല്ലേ, ഉണ്ട്. വൈൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ദ പൊസിഷൻ, ദ റോൾ ഡിഫൈൻ ദ പെർഫോമൻസ് അസോസിയേറ്റഡ് വിത്ത് ദ പൊസിഷൻസ്. അല്ലെ, അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പൊസിഷൻ, അവന്റെ സമൂഹത്തിൽ അവന്റെ പൊസിഷൻ എന്താണെന്ന് എന്ത് ചെയ്യുന്നു, നിർണ്ണയിക്കുന്നു. എന്നാൽ ആ റോൾ എന്ത് ചെയ്യുന്നുണ്ട്, റോൾ ഡിഫൈൻ ദ പെർഫോമൻസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് പൊസിഷൻ. ആ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് റോളിലൂടെ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സോ അപ്പോൾ എന്താണ് ഇവിടെ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റാറ്റസ് ഓഫ് എ ടീച്ചർ കം വിത്ത് റോൾസ് സച്ച് ആസ് ഡെലിവറിംഗ് ലെക്ചർ, ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ആൻഡ് കണ്ടക്ടിംഗ് റിസർച്ച്. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ്, ആ ഒരു പദവിയെ അടിസ്ഥാനപ്പെടുത്തി, ആ ഒരു പൊസിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരുടെ റോൾ എന്താണ്, കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ ആ ഒരു റോളുകൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പായി വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് സോഷ്യൽ സ്ട്രക്ചർ ആണ്. അല്ലെ, ഇപ്പൊ ടുഗദർ സ്റ്റാറ്റസ് ആൻഡ് റോൾ കോൺട്രിബ്യൂട്ട് ടു ദ ഫ്രെയിംവർക്ക് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ബൈ ഡിഫൈനിങ് ഹൗ ഇൻഡിവിജ്വൽ ഫിറ്റ് ഇൻ ടു ആൻഡ് ഇന്ററാക്ട് വിത്ത് ദെയർ സൊസൈറ്റി. നമ്മൾ പറഞ്ഞു സോഷ്യൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, അപ്പോൾ സ്റ്റാറ്റസ് ആൻഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട എലമെന്റ് ആയിട്ട് പറഞ്ഞു. കാരണം എന്തുകൊണ്ടാണ് അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തി എങ്ങനെയാണ് അവൻ ഭാഗമാകുന്ന സമൂഹത്തിൽ ആ ഒരു സോഷ്യൽ സിസ്റ്റം, ആ ഒരു സാമൂഹ്യ സമ്പ്രദായത്തിന് അനുയോജ്യമായ രീതിക്ക് അവൻ എങ്ങനെ ആ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ അവൻ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറാമെന്ന് അവനെ പ്രാപ്തമാക്കുന്നത്, ആ ഒരു വ്യക്തമായിട്ടുള്ള സാമൂഹിക ഘടനയ്ക്ക് അനുസൃതമായിട്ട് അവൻ എങ്ങനെ പെരുമാറാൻ അവനെ അനുയോജ്യമായ രീതിക്ക് പെരുമാറാൻ അവനെ പ്രാപ്തമാക്കുന്നത് എന്താണ്, അവന്റെ സ്റ്റാറ്റസ്, അവന്റെ റോളുകളൊക്കെയാണ്. സോ അപ്പൊ എന്താണ്, ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സാമൂഹിക ഘടന മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആയിട്ട് സ്റ്റാറ്റസ് ആൻഡ് റോളിനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റാറ്റസ് ആൻഡ് റോളിന്റെ ഒരു ഇന്റർ കണക്ഷൻ എന്ന് പറയുന്നത്, മ്യൂച്വൽ ഡിപ്പെൻഡൻസിയും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറും. നമുക്ക് സ്റ്റാറ്റസിനെ കുറിച്ചും റോളിനെ കുറിച്ചും ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടും ഏകദേശം ഒരു എന്താണ് കണക്റ്റഡ് ആയി നിൽക്കുന്ന കോൺസെപ്റ്റുകളാണ് അല്ലെ. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ രണ്ട് കോൺസെപ്റ്റുകളെയും കുറച്ച് ടേബിൾ വൈസ്ഡ് ആക്കി കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ ആണ്. സ്റ്റാറ്റസ് ആദ്യത്തെ കോളത്തിൽ ആസ്പെക്ട്സുകളാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ കോളത്തിൽ സ്റ്റാറ്റസ്
മൂന്നാമത്തെ കോളത്തിൽ റോളുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ആണ് നോക്കുന്നത്. സ്റ്റാറ്റസിന്റെ ഡെഫിനിഷൻ, സ്റ്റാറ്റസ് റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻ ഓർ റാങ്ക് ഇൻ എ സോഷ്യൽ ഹയറാർക്കി ഓർ ഗ്രൂപ്പ്. ഒരു സാമൂഹിക ശ്രേണിയിൽ അല്ലെങ്കിൽ ഒരു സാമൂഹിക ഗ്രൂപ്പിൽ ഇൻഡിവിജ്വലിന്റെ പൊസിഷൻ എന്താണെന്ന് റെഫർ ചെയ്തതാണ് പദവിയിലൂടെ, അല്ലെങ്കിൽ പദവിയിലൂടെ എന്ത് ചെയ്യുന്നു, റെഫർ ഇൻഡിവിജ്വൽസ് പൊസിഷൻസ്, വ്യക്തികളുടെ സ്ഥാനം എന്തെന്ന് നിർണ്ണയിക്കുന്നു. ഒരു സാമൂഹിക ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സാമൂഹിക ശ്രേണിയിൽ വ്യക്തിയുടെ സ്ഥാനം എന്തെന്ന് നിർണ്ണയിക്കുന്നത് സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് സ്റ്റാറ്റസിന്റെ ഡെഫിനിഷൻ. ആൻഡ് റോൾ എന്ന് പറയുന്നത്, റോൾ റെഫേഴ്സ് ടു ദ എക്സ്പെക്ടഡ് ബിഹേവിയർ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ആക്ഷൻ അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എക്സ്പെക്ടഡ് ബിഹേവിയറും റെസ്പോൺസിബിലിറ്റിയും ഒക്കെയാണ് റോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതാണ് റോളിന്റെ ഡെഫിനിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ടേബിൾ വൈസ് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് വേഴ്സസ് ഡൈനാമിക്. സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് റിലേറ്റീവ്ലി സ്റ്റാറ്റിക് ആണ്. കുറച്ചുകൂടെ അവരുടെ പദവി എന്ന് പറയുന്നത് ചിലത് അച്ചീവ്ഡ് അസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ്, അത് കമ്പാരിറ്റീവ്ലി അത് സ്റ്റാറ്റിക് ആണ്. അതുപോലെ അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ്, അതും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ. റോളിനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റാറ്റിക് ആണ്, കമ്പാരിറ്റീവ്ലി കുറെ കൂടി സ്റ്റാറ്റിക് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്റ്റാറ്റിക് ആണ്. റെപ്രസെന്റ് ഫിക്സഡ് പൊസിഷൻ, ഒരു പർട്ടിക്കുലർ ഫിക്സഡ് പൊസിഷനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ടീച്ചർ ആകാൻ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ടീച്ചറായി, പിന്നെ നമ്മൾ ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും ഇല്ല. അപ്പൊ അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? അപ്പൊ അവിടെ ഒരു ഫിക്സഡ് പൊസിഷനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൈനാമിക് ആണ്. ഒരു വ്യക്തി അവന്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ അനുസരിച്ച് വ്യത്യസ്തമായ റോളുകൾ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഡൈനാമിക് ആണ്, അല്ലേ? ഇറ്റ്സ് റെപ്രസെന്റ് ദ പെർഫോമൻസ് ഓർ എക്സിക്യൂഷൻ ഓഫ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു എ സ്റ്റാറ്റസ്. അപ്പൊ സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പെർഫോമൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, എന്താണ് ഡ്യൂട്ടീസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വൈവിധ്യമാർന്നിട്ടുള്ള റോൾസുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അപ്പൊ അത് ഡൈനാമിക് ആണ്, അത് നോട്ട് സ്റ്റാറ്റിക് എന്നുള്ളത് ഓർക്കുക. ഫോക്കസസ് ഓൺ വാട്ട് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഇൻ സൊസൈറ്റി, ദെയർ പൊസിഷൻ. അപ്പൊ സ്റ്റാറ്റസിലൂടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഒരു വ്യക്തിയുടെ പൊസിഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ റോൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഫോക്കസ് ഓൺ വാട്ട്സ് ആൻ ഇൻഡിവിജ്വൽ ഡസ് ഇസ് ദാറ്റ് പൊസിഷൻ ദെയർ ആക്ഷൻ. അതായത് ഒരു പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യക്തിക്ക് എന്തൊക്കെ റോളുകളാണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ ആക്ഷൻസ് എന്തൊക്കെയെന്നുള്ളതാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തില്, റോളില്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റസിലെ പൊസിഷനും ആ പൊസിഷനെ ആസ്പദമാക്കിയിട്ടുള്ള അവരുടെ ആക്ഷനുമാണ് റോളിൽ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൾട്ടിപ്ലിസിറ്റി. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വല് വ്യത്യസ്തമായിട്ടുള്ള മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാരന്റ് അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് ഒരു വ്യക്തിക്കുണ്ട്. അതേസമയം തൊഴിൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഒരു അധ്യാപകനാകാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാം. അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിനുണ്ട്. ഇതിലെല്ലാം ഉപരി ആസ് എ സിറ്റിസൺ എന്ന നിലയ്ക്ക് എന്താണ്, അദ്ദേഹത്തിന് ഒരു സ്റ്റാറ്റസ്, ഒരു പദവിയുണ്ട്. അപ്പൊ ഈ പദവികൾക്ക് അനുസൃതമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോളുകളും വൈവിധ്യമാർന്ന റോളുകളുമായിരിക്കും ഒരു വ്യക്തി വഹിക്കുന്നത്. അപ്പൊ ഈ സ്റ്റാറ്റസ് എൻകംപാസസ് എ കറസ്പോണ്ടിങ് സെറ്റ് ഓഫ് റോൾസ് ഓഫൺ റെഫേർഡ് ടു ആസ് എ റോൾ സെറ്റ്. നെക്സ്റ്റ് ഡിപ്പെൻഡൻസി. സ്റ്റാറ്റസ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി, അല്ലെ? അപ്പൊ സ്റ്റാറ്റസ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ്, ഇൻഡിപെൻഡന്റ്ലി ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആസ് എ ഡിഫൈൻഡ് പൊസിഷൻ ഇൻ എ സോഷ്യൽ സ്ട്രക്ചർ. ഒരു സാമൂഹിക ഘടനയിൽ ഒരു വ്യക്തിയുടെ പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്ന തരത്തിൽ ഇൻഡിപെൻഡന്റ്ലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അവന്റെ പദവി അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്നുള്ളത്. ആൻഡ് റോൾ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡ് ഓൺ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റോൾ നിലനിൽക്കുന്നത്, അല്ലെ? അവന്റെ സ്റ്റാറ്റസ്, ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവന്റെ റോളുകളും വരുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റാറ്റസ് ക്യാൻ ബി അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ്, അല്ലെ? സ്റ്റാറ്റസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു, അല്ലെ? ടൈപ്പ് ആയിട്ട്. അസ്ക്രൈബ് ചെയ്തെടുക്കുന്ന സ്റ്റാറ്റസും ഉണ്ട്, അച്ചീവ് ചെയ്തെടുക്കുന്ന സ്റ്റാറ്റസും ഉണ്ട്. അസ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ ബൈ ബർത്തിൽ, ജെൻഡർ, റേസ്, അതൊക്കെ എന്താണ് അസ്ക്രൈബ് ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ, എഡ്യൂക്കേഷൻ, നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന, നമ്മൾ നേടിയെടുക്കുന്ന പദവികളാണ്. So role എന്ന് പറയുന്നത് vary based on the expectation tied to a status and can be influenced by situational factors. അല്ലെ? സാഹചര്യങ്ങളിലും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് റോൾ എന്ത് ചെയ്യും, ഒരു വ്യക്തിയുടെ റോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് എക്സാമ്പിൾ ആണ് എ ടീച്ചർ, പാരന്റ് ഓർ മാനേജർ ഓർ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റസസ്, അല്ലെ? ഒരു പർട്ടിക്കുലർ പദവി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആണ് പറയുന്നത്, അല്ലെ? ടീച്ചർ, പാരന്റ്, മാനേജർ, ഇതൊക്കെ എന്താണ്, സ്റ്റാറ്റസിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ടീച്ചിങ് സ്റ്റുഡന്റ്, ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതാണ് അവന്റെ ഡ്യൂട്ടി. അത് എന്താണ്, അവന്റെ റോളാണ്, അല്ലെ? ആ ഒരു സ്റ്റാറ്റസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവന്റെ റോളാണ്. ആൻഡ് പാരന്റിങ് ചിൽഡ്രൻ, കുട്ടികളെ എന്ത് ചെയ്യുക, കുട്ടികളുടെ രക്ഷകർതൃത്വം വഹിക്കുക. ആൻഡ് മാനേജിങ് എ ടീം, ഒരു ടീമിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് മാനേജറുടെ ഡ്യൂട്ടിയാണ്. അവന്റെ ആ ഒരു പൊസിഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവന്റെ ഡ്യൂട്ടി, അവന്റെ ആക്ടിവിറ്റിയാണ്, അല്ലെ? അല്ലെങ്കിൽ അവന്റെ ഡ്യൂട്ടിയാണ്, റോളാണ്. സോ ഇതൊക്കെ എന്താണ് റോളിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നെക്സ്റ്റ്
and conflicts, status conflicts arise when an individual holds incompatible statuses. Example, being a most friend. ഇവിടെ ഒരു വ്യക്തിയും സ്റ്റാറ്റസിനനുസരിച്ച് ഇപ്പോൾ ഹൈ സ്റ്റാറ്റസിലുള്ള ഒരാൾ ലോ സ്റ്റാറ്റസിലുള്ള ആളെ എപ്പോഴും ടീസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ പരസ്പരം ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇപ്പോൾ ഒരു ബോസ് എപ്പോഴും എന്താണ് ബീങ് എ മോസ്റ്റ് ഒരു ബോസ് എന്ത് ചെയ്യുക, അവന്റെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ അവന്റെ ആ ഒരു അണ്ടറിൽ വരുന്ന ആ ഒരു എന്താണ് സ്റ്റാഫുകളോട് ചിലപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ പെരുമാറാം. ചില സമയത്ത് എന്താണ് വളരെ വൈരുദ്ധ്യമായിട്ടുള്ള രീതിക്ക് പെരുമാറാം, അല്ലെങ്കിൽ ആ ഒരു ഞാൻ ഉയർന്ന സ്റ്റാറ്റസിൽ ഒരു പദവിയിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഒരു അധികാരത്തോടെ പെരുമാറാം. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും എന്ത് ചെയ്യപ്പെടും, ആ സ്റ്റാറ്റസിനെ ബേസ് ചെയ്ത് എമേർജ് ചെയ്യും. റോൾ കോൺഫ്ലിക്റ്റ് occur when expectation from different role associated with a status clash. അതായത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റാറ്റസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യക്തി വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ വഹിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ എന്ത് ചെയ്യും, റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. എക്സാമ്പിൾ, ബാലൻസിങ് വർക്ക് ആൻഡ് ഫാമിലി റൂൾസ്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഫാമിലിയുടെ റോളുകളും വഹിക്കണം, അതുപോലെ തന്നെ അവന്റെ തൊഴിൽ രംഗത്ത് അവന്റെ ജോലിയുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പൊ അവിടെ തൊഴിലും അതുപോലെ തന്നെ ഫാമിലി റോളും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പൊ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകും, അവിടെ ഒരു കോൺഫ്ലിക്റ്റ്, റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്റ്റാറ്റസ് ആൻഡ് റോൾ, സോഷ്യൽ സ്ട്രക്ചർ തുടങ്ങിയ കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ വളരെ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. വളരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ നമുക്ക് നോട്ട് തന്നിട്ടുള്ളത്. ആൻഡ് നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.